ഇത് ആരംഭം മുതലേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണിത്. രാഷ്ട്രീയ പ്രേരിതമെന്ന് ഞാൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരാഴ്ച മുമ്പേയുള്ള വിധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വിധിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇതിൽ ഒരു അഴിമതിയും ഇല്ല എന്നുള്ളതാണ്. അതിനു മുമ്പായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയൊരു കേസായത്. അത്തരമൊരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോടതി വിട്ടാലും കേന്ദ്ര ഏജൻസികളുടെ മുമ്പിൽ ഈ കേസ് ഉണ്ടല്ലോ. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ മുമ്പിലുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോഴാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞതുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് നല്ല ഉറപ്പ് കിട്ടിയിരുന്നു. SFIയുടെ ഒരിടപെടൽ ഇതിലുണ്ടാകും എന്നുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 156 കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സംഭാവനകളാണ് ഇതിലുള്ളത്. അത് രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, ദൃശ്യമാധ്യമക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, ചില മതസംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയുടെ പേരും കുഞ്ഞാലിക്കുട്ടിയുടെ പേരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിണറായി വിജയൻ്റെ പേര് അതിലില്ല, PV എന്നാണുള്ളത്. അത് പിണറായി വിജയനാണ് എന്ന് ഇന്നേ വരെ ആർക്കും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റവരാണെങ്കിൽ ഞങ്ങൾ കാശ് ഇലക്ഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിൽ ഇലക്ഷന് വേണ്ടി വാങ്ങിയൊരു കാശ് അത് അവരുടെ ഇലക്ഷൻ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ കെണിയാൻ പോകുന്നത് പിണറായി വിജയനോ വേണിയോ ആയിരിക്കില്ല, മറ്റ് ചിലരായിരിക്കും. പിന്നെ ഇപ്പോഴുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ പെൻഡിങ് കിടക്കുന്നൊരു കേസായത്. ആ കേസിൻ്റെ ഉത്തരവ് വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. ഏത് കൊടുത്തിട്ടുള്ളത്? ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു, ഹൈക്കോടതിയുടെ മുമ്പാകെ ഇവരൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ധൃതിയുമില്ല, ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മാത്രമേ ഞങ്ങൾ തുടർ നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞു. അതിന് നേരെ ഘടകവിരുദ്ധമാണ് ഞാൻ പറഞ്ഞ, മനസ്സിലായോ? ഇപ്പം വന്നിട്ടുള്ള ഈ കാര്യം. ഇത് 2023 ജനുവരി മാസം 31-ാം തീയതിയാണ്. ഞാൻ ആ ദിവസം ഓർക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. അന്ന് രാവിലെയാണ് നമ്മുടെ PC ജോർജ് രാജിവെച്ച് BJPയിലേക്ക് പോകുന്നത്. അന്ന് തന്നെയാണ് ഇത് SFIക്ക് വിടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇതേ സബ്ജക്റ്റ് മാറ്റർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഒരിക്കൽ വന്നു. കമ്പനീസ് ആക്ട് 210ഉം 212ഉം പ്രകാരം കേസെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ PC ജോർജിൻ്റെ മകൻ്റെ, ഷോൺ ജോർജിൻ്റെ മകൻ്റെ അന്യായത്തിൻ്റെ ഉള്ളടക്കം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു 210 ഞങ്ങൾ ഇൻവോക്ക് ചെയ്യും, കാരണം ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കേണ്ട യാതൊരു ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇത് SFIന് വിടണം എന്ന 212 ഇൻവോക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയത്താണ് SFIയുടെ മുമ്പാകെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷേ ചാർജ് ഷീറ്റിൽ പറയുന്നത് ഒരു സേവനവും കൊടുക്കാതെയാണ് വീണ ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്തിനാണ് വീണ അങ്ങനെ പണം കൈപ്പറ്റിയെന്നൊരു ചോദ്യം വരും. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് 1,72,2,ൻ്റെ അല്ലേ? 156 കോടിൻ്റെ അകത്തുനിന്ന് 1,72,00,000 കഴിച്ചിട്ട് ബാക്കിയുള്ളതോ? ഓരോരുത്തരും മറുപടി പറയണം. അതെ, പറയണമല്ലോ, ബാക്കിയുള്ളത് പറയണമല്ലോ. യഥാർത്ഥത്തിൽ 1,72,00,000 ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രീവ്ഡ് ആരാ? CMRL. CMRL അങ്ങനെ ഒരു കേസില്ലല്ലോ.
CMRLന് ഏതെങ്കിലും കോടതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാപനത്തിൻ്റെയോ മുമ്പിൽ ഞങ്ങളുടെ എഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടിയിട്ടില്ല എന്നൊരു പരാതി അവർക്കുണ്ടോ? ഏജൻസിയുടെ കണ്ടെത്തൽ നിൽക്കില്ല. ഏജൻസിയുടെ കണ്ടെത്തൽ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമ്മുടെ കാര്യത്തിൽ ലിഫ്റ്റില്ല ഇവിടെ ഇല്ലേ? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട് അവർ. നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അത് 1 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 2 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കോ ആയിരിക്കും. അതിനൊരു പ്രീമിയം ഉണ്ടാവും. അത് സർവീസ് ഉണ്ടായാലും ഇല്ലെങ്കിലും പൈസ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിന് കാശ് ഇതിന് സേവനം അവർ കൊടുത്തിട്ടുണ്ട്. സേവനം കൊടുക്കാത്തൊരു പ്രശ്നമില്ല. മതിയായ സേവനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീട് പ്രശ്നം വരുന്നത്. അത് അവരാണ് പറയേണ്ടത്, ഇവരല്ല പറയേണ്ടത്. അതുകൊണ്ട് കോടതിയുടെ മുമ്പാകെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളി പൊളിച്ചതുപോലെയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസും എടുക്കാൻ പറ്റില്ല. കാരണം ജുഡീഷ്യറിയുടെ മുമ്പാകെ, ജുഡീഷ്യൽ മനസ്സിൻ്റെ മുമ്പാകെ വന്ന ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിപൂർണമായും ഇതിൽ അഴിമതിയില്ല, ഇതിലേതെങ്കിലും രൂപത്തിലുള്ള ദുരുപയോഗമില്ല എന്ന് പറഞ്ഞൊരു കേസിൽ വേറെ ഒരു തലത്തിൽ ഇപ്പോൾ ഇടപെടുകയാണ്. അത് കേരളത്തിലെ ജനത തിരിച്ചറിയും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട കക്ഷി സ്വീകരിക്കും.